ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഫേസ്ബുക്ക് പേജിലല്ല ഇത് കുറിച്ചിരിക്കുന്നത്. ഒന്ന്, അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് അടിസ്ഥാനപരമായി നിൽക്കില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ അഭിപ്രായം മഞ്ജുഷ് വായിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. അത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയും ഈ സമരസമിതിയും രൂപീകരിച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയുമുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിന് അതിലേക്ക് ആ ലിങ്ക് സജസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന്, അതായത് പിന്തുണ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുണ നൽകാം, അത് മാത്രം അല്ല. അതേ ഉള്ളൂ. ഇനി അതല്ലാതെ ശ്രീ MS കുമാർ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാലും അതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. കാരണം സമരം എന്നത് ജനാധിപത്യപരമായ അവകാശമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി. CPMന്റെ സംഘടനാ നേതൃത്വത്തിലുള്ള സഖാവ് പിണറായി വിജയന് ഇത്തരം പോസ്റ്റുകളും ആഹ്വാനങ്ങളും നടത്താൻ വ്യക്തിപരമായ അവകാശമുണ്ട്, അത് അദ്ദേഹം വിനിയോഗപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണോ? പിണറായി വിജയനുമുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്, VM സുധീരനും. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല അങ്ങനെ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീ CP ഉദയഭാനു പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയാൽ പോലും കുഴപ്പമില്ല എന്നാണ്. അല്ല, എന്റെ പോയിന്റ് വരുന്നേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഇത് ഇത്രയും നിൽക്കട്ടെ. രണ്ട്, ഇത് CPIM നടന്നൊരു സമരം എന്നാണ് ശ്രീ MS കുമാർ പറയുന്നത്. BMS ഈ സമരത്തിന്റെ ഭാഗമാണ്. തൊഴിലാളികളാകെ ഈ സമരത്തിന്റെ ഭാഗമാണ്. ഇത് ജനങ്ങളാകെ നടത്തുന്ന ജനകീയ മുഖമുള്ള ഒരു വലിയ മൂവ്മെന്റാണ്. അത് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളും BMS എല്ലാ ഭാഗങ്ങളിലും നടത്തിലുണ്ടായിരുന്നു. ഒടുവിൽ പിന്മാറാണ് ഇത്. ഞാൻ പറയട്ടെ, എങ്കിലും ഈ സമരത്തിന്റെ ശ്രീ ഉദയഭാനു സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന്റെ വലിയ തലത്തിലേക്ക് കൊണ്ടുവന്ന ക്യാമ്പയിൻ പ്രോഗ്രാമിലെല്ലാം BMS ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഈ പ്രക്ഷോഭങ്ങളെ BJP ഭയക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുപോട്ടെ, അതിൻ്റെ ജനാധിപത്യപരമായ അവകാശ ലംഘനത്തെക്കുറിച്ചല്ല ശ്രീ MS കുമാർ വാർത്താസമ്മേളനം നടത്തി ഇന്ന് പരിതപിച്ചത്. ഓണവുമായി കമ്പയർ ചെയ്യുകയാണ്. അത് അത്തപ്പൂക്കളത്തിലേക്ക് എത്തുകയാണ്. ഇത് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അത്തപ്പൂക്കളത്തിൽ വിലക്കേർപ്പെടുത്തുന്നത്. ഇതാണ് പറയുന്നത്. ആ അത്തപ്പൂക്കളം കൊണ്ട് നിർത്തുന്നില്ല. വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിലേക്കും പോവുകയാണ് ശ്രീ MS കുമാർ. ഇത് പച്ച വർഗീയതയാണ്. ഞാൻ നോക്കട്ടെ, ഈ അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ പറയുകയാണ്. CMൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞു. 2, ഉത്സവ കാലഘട്ടത്തിൽ കച്ചവട കേന്ദ്രങ്ങളായി സർക്കാർ ഓഫീസുകൾ മാറുന്നു, അത് പാടില്ല. 2, മൂന്നാമത് അദ്ദേഹം പറഞ്ഞു അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട്, ഞാനത് വായിക്കാം. ഓണാഘോഷം എല്ലാ സർക്കാർ ഓഫീസുകളിലും നടക്കാറുണ്ട്. അത്തരം ആഘോഷങ്ങളും പൂക്കള മത്സരം പോലുള്ളവയും ഓഫീസ് സമയത്ത് നടത്തുന്നത് ഉചിതമല്ല. അവധി ദിവസങ്ങളിലോ ഓഫീസ് സമയമല്ലാത്തപ്പോഴോ ആഘോഷം നടത്തിയാൽ പ്രവൃത്തി സമയത്തെ ബാധിക്കില്ല. ഇതാണല്ലോ പ്രധാനം. ഇങ്ങനെ ഒരു അവധി ദിവസമല്ല പൊതുപണിമുടക്ക് ഇവിടെ നടക്കുന്നത്. പൊതുപണിമുടക്ക് നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഓണാഘോഷം ഞാൻ പറയട്ടെ, ശരി, ആ പറയുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യപരമായ അവകാശ ലംഘനമുണ്ടോ, അതിൽ അനൗചിത്യമുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം BJP അത് ചർച്ചയാകാം, അതൊരു പോസിറ്റീവ് ഡിസ്കഷൻ ആകട്ടെ. പക്ഷേ ശ്രീ MS കുമാർ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് അതുമായി ക്ലബ് ചെയ്തെന്താ? ഇതിനകത്തൊരു രാഷ്ട്രീയ പരിസരമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അമിത്ഷായുടെ ചുമതലയുണ്ടായിരുന്ന സ്ഥലം ഉത്തർപ്രദേശാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ചുമതലയേറ്റെടുത്തിരിക്കുന്ന സ്ഥലം അത് കേരളമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അമിത്ഷാ ചുമതലയേറ്റെടുത്ത ഉത്തർപ്രദേശിൽ 2014 മാത്രം, ആ ഒരു വർഷം മാത്രം നടന്ന വർഗീയ കലാപങ്ങളുടെ എണ്ണം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ധരിച്ചുകൊണ്ട് 133. അതായത് ഉത്തർപ്രദേശിൽ നാളിതുവരെ നടന്ന വർഗീയ കലാപങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വർഗീയ കലാപം 2014 അമിത്ഷാ ചുമതലയേറ്റെടുത്തപ്പോൾ നടന്നു. അദ്ദേഹം അവിടെ നടന്നതിനെ മാധ്യമപ്രവർത്തകർ തന്നെ വിശേഷിപ്പിച്ചത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. വളരെ ക്രമേണ നമുക്ക് ചെറുതെന്ന് തോന്നാവുന്ന പ്രചരണങ്ങൾ സംഘടിതമായി നടത്തി നുണ നട്ടുപിടിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലും സമൂഹത്തിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് RSSൻ്റെ നിർദ്ദേശപ്രകാരം അമിത്ഷാ ഫലപ്രദമായി അത് വിനിയോഗിച്ചയാളാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വന്നതും. കേരളത്തിൽ അമിത്ഷാ ചുമതലയേറ്റ് തുടങ്ങാൻ പോകുന്നതിൻ്റെ കർട്ടൻ റൈസർ പ്രോഗ്രാമാണ് ഇന്ന് ശ്രീ MS കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രകടമായത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, ഇങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുകയാണോ BJP ഇവിടെ? അതോ മുഖ്യമന്ത്രി ഇങ്ങനെ ഓണപ്പൂക്കളം ഇടുന്നതിന് സമയം കളഞ്ഞുകൊണ്ട്, സർക്കാർ ജീവനക്കാരുടെ സമയം കളഞ്ഞുകൊണ്ട്, ജോലി സമയം കളഞ്ഞുകൊണ്ട് ഓണപ്പൂക്കളം ഇടുന്നതിനെ എതിർത്തു? അതൊരു നല്ല നിർദ്ദേശം എന്ന രീതിയിൽ പല തട്ടിലും സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ അതേസമയം തന്നെയാണ് മുഖ്യമന്ത്രി പൊതുപണിമുടക്ക് ദിവസം സഹകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്. അതായത് പൊതുപണിമുടക്ക് ദിവസം ഒരു ദിവസത്തെ ജോലി കളയുന്നതിന് കുഴപ്പമില്ല, മറിച്ച് ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായി കുറച്ച് സമയത്തേക്ക് ഓണപ്പൂക്കളം ഇടുവാൻ അനുവാദവുമില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇവിടെ ഒരു ആദ്യം പറയേണ്ടത്, ഈ പൊതുപണിമുടക്കിന് ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് പൊതുപണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യങ്ങളെ പൂർണ്ണമായും പിന്താങ്ങുന്നു.
ഈ പൊതുപണിമുടക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ജീവനക്കാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും വളരെ ഗുണകരമാണ്, സമൂഹത്തിന് ആവശ്യമാണ്, അവരുന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ ശരിയുമാണ്. ആ അർത്ഥത്തിൽ അതിനെ പിന്താങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എനിക്കുള്ള ഒരു സംശയം, ഞാനതിനെ ഈ പൂക്കളമിടുന്നതും മുഖ്യമന്ത്രി നേരത്തെ റഹീം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫയലുകൾ ജീവിതമാണ്, തൊഴിലാളികൾ ജീവനക്കാർ അവരുടെ പരമാവധി സമയം പണിയെടുക്കണം. കാരണം പ്രത്യേകിച്ചും ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, അവരുടെ മുമ്പിൽ വരുന്ന ഫയലുകൾ ജീവിതമാണ്. അതുകൊണ്ട് പണി പരമാവധി ചെയ്യണം. ഓണപ്പൂക്കളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഇതുപോലുള്ള ചാനലുകളിൽ കേക്ക് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച നടന്നതാണ്. ഓഫീസ് സമയത്ത് കേക്ക് വിതരണം നടത്താമോ എന്നത് സംബന്ധിച്ച് ഒരു ചർച്ച നടന്നതാണ്. ഒരു സംശയമില്ല. ഇവിടെ പ്രശ്നം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഉദയഭാനു സാർ ഇവിടെയുണ്ട്, എനിക്ക് തോന്നുന്നത് പണിമുടക്ക് നിയമവിരുദ്ധമാണ് എന്ന് തന്നെ. നിയമവിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം ലംഘനം അതിനകത്തുണ്ട് പണിമുടക്കിൽ, മറ്റു രീതിയിലല്ല. എന്നുവെച്ചാൽ ഞാൻ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നോട്ടീസ് കൊടുത്ത് പണിമുടക്കുന്നതുകൊണ്ട്, അല്ലാതെ തന്നെ സർക്കാർ ജീവനക്കാരിൽ പലർക്ക് പണിമുടക്കാൻ അവകാശമില്ലാത്ത വിഭാഗവും ഇപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ പണിമുടക്കിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ നിയമവിരുദ്ധമായി പണിമുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഫീസിൻ്റെ അധികാരിയാണെങ്കിൽ അയാൾ വരാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ് അദ്ദേഹം എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ് എന്ന നിലയിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാമോ എന്നൊരു ചോദ്യം വന്നാൽ തീർച്ചയായും റഹീം പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡായ ഒരു ഡിസ്കഷൻ ആവശ്യമുണ്ട് അക്കാര്യത്തിൽ. അതിപ്പോൾ BJP കരുതുന്നത് പോലെ ഇതിനെതിരായ രാഷ്ട്രീയം ഉന്നയിച്ച് ഇതിനെ തോൽപ്പിക്കണമെന്നുള്ളതല്ല. എൻ്റെ ഒരു സംശയം, ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ് തൻ്റെ കീഴിലുള്ള മുഴുവൻ ആളുകളോടും പണിമുടക്കുന്നതിന് അനുകൂലമായി നിലപാടെടുക്കുന്നതിൽ സാങ്കേതികമായി തന്നെ ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് പറയാം, PM സുധീരന് പറയാം, ഉമ്മൻചാണ്ടിക്ക് പറയാം ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷെ ഇദ്ദേഹം തിയററ്റിക്കലി എക്സിക്യൂട്ടീവ് ഹെഡാണ്. ഞാൻ അവിടെയാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇനി നാളെ വേറൊരു നിയമലംഘനത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്താലോ, അപ്പോൾ ഇതൊരു നിയമലംഘനം ഇതിലുണ്ട് എന്ന് കാണുകയാണെങ്കിൽ വേറൊരു നിയമലംഘനത്തിന്, ഇതല്ലാതെ നിയമലംഘനത്തിന് ചെയ്താലോ, അപ്പോൾ വരാൻ പോകുന്നൊരു ചോദ്യം, ഏത് നിയമലംഘനത്തിന് കൊടുക്കാം, ഏത് നിയമലംഘനത്തിന് കൊടുത്തുകൂടാ. പക്ഷെ അവിടെ മറ്റൊരു കാര്യമില്ല ശ്രീ CR നീലകണ്ഠൻ, ഈ സമരത്തിന് കാരണമായി ഉന്നയിച്ചിരിക്കുന്ന ഘടകങ്ങൾ, ഇവയോടെല്ലാം അനുകൂല നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. സംസ്ഥാന സർക്കാരും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ആഹ്വാനം നൽകാൻ പറ്റില്ലേ? പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ പ്രശ്നം, മുഖ്യമന്ത്രി എക്സിക്യൂട്ടീവ് ഹെഡാണെന്നുള്ള, ഇപ്പം നേരത്തെ റഹീം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലല്ല ഇത് വന്നത്. പക്ഷേ മുഖ്യമന്ത്രി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജ് വന്നാലും അൺഒഫീഷ്യൽ പേജ് വന്നാലും അതിനെ ഞാനൊരു നിലയ്ക്കേ കാണൂ. കാരണം എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി 24 മണിക്കൂർ മുഖ്യമന്ത്രിയാണ്. ജോലി സമയം കഴിഞ്ഞൊരു മുഖ്യമന്ത്രിയില്ല, ജോലി സമയത്തിന് മുമ്പ് ഒരു മുഖ്യമന്ത്രിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഏത് നിലപാടുകളും ഇതൊരു ഡിബേറ്റിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഇതുവരെ ആരും അങ്ങനെ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടില്ല. സഖാവ് നായനാരും EMSഉം അതുപോലെ പലരും VS ഒക്കെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഒരു പണിമുടക്കിന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കാരണം അവരൊന്നും പണിമുടക്കിന് പിന്തുണയ്ക്കാത്തത് കൊണ്ടല്ല, പക്ഷേ പണിമുടക്ക് ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഹെഡിന് എൻ്റെ കീഴിലെ ഇപ്പോൾ നാളെ കളക്ടർ പണിമുടക്കിയാൽ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാൻ പറ്റും? കളക്ടർ പണിമുടക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ പണിമുടക്കിനെ പിന്താങ്ങിക്കൊള്ളാൻ. ഈ ഒരു ചോദ്യം ഒരു സങ്കീർണമായ ചോദ്യമാണ്. ഈ സങ്കീർണമായ ചോദ്യം അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. ഇപ്പം പാർട്ടിക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ പാർട്ടിക്ക് പണിമുടക്കാം, CITന് പണിമുടക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പണിമുടക്കാം. ഇതിലൊരു സാങ്കേതികമായ സങ്കീർണതയുണ്ട്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ CP ഉദയഭാനു, താങ്കൾ പറഞ്ഞ പോലെയല്ല ശ്രീ CR നീലകണ്ഠന്റെ നിലപാട്. ശ്രീ CP ഉദയഭാനു, എക്സിക്യൂട്ടീവ് ഹെഡായ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്യാൻ പറ്റുമോ എന്നാണ്?